വി പ്രകാശ് നിലമ്പൂരുകാരുടെ കോൺഗ്രസ്കാരുടെ സ്വന്തം പ്രകാശേട്ടൻ. വി പ്രകാശ് എന്ന പേര് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടതാണ്. വി പ്രകാശിന്റെ രാഷ്ട്രീയ പാരമ്പര്യം നമ്മൾ പറഞ്ഞതുമാണ്. ഈ വ്യക്തിയുടെ കുടുംബത്തിന്റെ പേര് പറഞ്ഞ് ഒരുപാട് വിവാദങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ നമ്മുടെ മറ്റു സ്ഥാനാർത്ഥികൾ ശ്രമിച്ചിരുന്നു. അതായത് എം സ്വരാജും PV അൻവറും ശ്രമിച്ചിരുന്നു എന്നത് പകൽ പോലെ വ്യക്തമായ ഒന്നാണ്. അതായത് ഒരു പ്രചാരണ ആയുധമാക്കി വി പ്രകാശിന്റെ കുടുംബത്തെയും പേരുകളും എടുത്തു. അദ്ദേഹത്തിന്റെ മകളുടെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ വളരെ ചർച്ച ഉണ്ടായിരുന്ന ഒന്ന് തന്നെയാണ്. ആര്യടൻ ഷൗക്കത്തിന്റെ പേര് പ്രഖ്യാപനത്തോടനുബന്ധിച്ചു വന്ന ഫേസ്ബുക്ക് പോസ്റ്റ് വലിയ ചർച്ചയായിരുന്നു. അതിനുശേഷം തിരഞ്ഞെടുപ്പിന് പോകുമ്പോൾ അച്ഛനില്ലാത്ത ഒരു തെരഞ്ഞെടുപ്പ് എന്ന് ആദ്യ തെരഞ്ഞെടുപ്പ് എന്നും പറഞ്ഞ് നന്ദന പ്രകാശിന്റെ പോസ്റ്റും ചർച്ച ചെയ്തതാണ്. ഇന്ന് നമ്മൾ ജയിച്ചു എന്നുള്ള രീതിയിൽ നന്ദനയുടെ ഫേസ്ബുക്ക് പേജിൽ വീണ്ടും ഒരു പോസ്റ്റ് ഇന്ന് ആര്യടൻ ഷൗക്കത്തിന്റെ വിജയത്തിന് ശേഷം പ്രത്യക്ഷപ്പെട്ടു. അതായത് വിജയത്തോട് അടുക്കുമ്പോൾ തന്നെയായിരുന്നു ആ പോസ്റ്റ് വന്നത്. നമ്മൾ അത്ര പെട്ടെന്നൊന്നും മറക്കുന്നതല്ല വി പ്രകാശിന്റെ ഭാര്യയും മകളും വോട്ട് രേഖപ്പെടുത്താൻ വന്നപ്പോഴുണ്ടായിരുന്ന കാഴ്ച. അതിലേറെ എടുത്തു പറയേണ്ട ഒന്നാണ് വി പ്രകാശിന്റെ കുടുംബം വോട്ട് ചെയ്യില്ല എന്ന് ചില ദുഷ്ടശക്തികൾ പ്രചരിപ്പിച്ചത്. അങ്ങനെ വോട്ട് ചെയ്ത് ഇറങ്ങിയ കുടുംബം വീണ്ടും ആവർത്തിക്കുന്നു, ഞങ്ങൾ UDFന്റെ ഒപ്പമാണ് ഉള്ളത് എന്നുള്ളത്. അതും പിന്നീട് മാധ്യമങ്ങൾക്ക് ചൂണ്ടയിട്ടത് അവരുടെ വസ്ത്രധാരണത്തിനായിരുന്നു. കറുപ്പ് വസ്ത്രം ധരിച്ചാണ് അവർ വോട്ട് ചെയ്യാൻ എത്തിയത്. ഇതൊരു പ്രതിഷേധ സൂചകമാണ് എന്നുള്ള രീതിയിലെല്ലാം മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്കും നന്ദനയുടെ ഉത്തരം വളരെ ശ്രദ്ധിക്കപ്പെട്ടതാണ്. ഒരു ധൈര്യത്തിന് വേണ്ടി ധരിച്ചു, ധൈര്യത്തിന്റെ നിറമാണ് കറുപ്പ് എന്നെല്ലാം പറഞ്ഞിട്ട്. വീണ്ടും ഈ നന്ദനയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വിഷയമാവുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് UDF എന്ന് പറയുന്നത് അല്ലെങ്കിൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം അവരോട് എങ്ങനെ നിലനിന്നു എന്നുള്ളതാണ്. അതിന് അന്ന്, അതായത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മാധ്യമങ്ങൾ ഇത് വല്ലാതെ ആഘോഷിച്ചൊരു സമയത്ത്, അതായത് വി പ്രകാശിന്റെ കുടുംബം വോട്ട് രേഖപ്പെടുത്തില്ല എന്നുള്ളത് പലരും നിശ്ചയിച്ച സമയത്ത് UDF ചെറിയൊരു പ്രതികരണം കൊടുത്തിരുന്നു. അത് സത്യത്തിൽ ഇപ്പോൾ ഈ പോസ്റ്റുമായി താരതമ്യം ചെയ്യുമ്പോൾ അവർ തമ്മിലുള്ള ഒരുമ അല്ലെങ്കിൽ അവരുടെ നിലപാട് വ്യക്തമാകും. അതായത് കുറ്റങ്ങൾ തിരഞ്ഞ് വയറ് നിറഞ്ഞവർക്ക് അന്ന് തന്നെ UDF ഉത്തരം കൊടുത്തിരുന്നു. അതിൽ കുഞ്ഞാലിക്കുട്ടിയും VD സതീശനും സണ്ണി ജോസഫും ചേർന്നാണ് കൊടുത്തത്. ആ വീഡിയോ ഒന്ന് നമുക്ക് കാണാം. അല്ല, അതുകൊണ്ട് എന്താ തെറ്റ്? അദ്ദേഹം പോട്ടെ, ഏത് സ്ഥാനാർത്ഥിക്കും ആരുടെയും വീട്ടിൽ പോകാനുള്ള അവകാശവും അധികാരമുണ്ട്. ഞാൻ എത്ര മാസശ്ശേരെ കണ്ട് ശ്രീ സണ്ണി ജോസഫ്, ഞാൻ പറയാനുള്ള പേരൊന്നും, ഞങ്ങളൊക്കെ എത്ര പേര്, കുഞ്ഞാലി സാർ എത്ര പേര്, എത്ര പ്രധാനപ്പെട്ട വ്യക്തികളെ, പിന്നെ ഞങ്ങൾ പോകാൻ നേരത്ത് നിങ്ങളെ വിളിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ. അല്ലല്ലേ, ഞങ്ങൾ നിങ്ങളെ വിളിച്ചില്ല പല സ്ഥലത്ത് പോയപ്പോൾ, അതുകൊണ്ട് നിങ്ങൾ അറിഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ആ വീട്ടിലെ വി പ്രകാശിന്റെ ഭാര്യ ആദ്യം ഒരാൾ പോയപ്പോൾ പറഞ്ഞ മറുപടി കേട്ടല്ലോ. ആ മറുപടി ഞങ്ങളെല്ലാം കണ്ണീരണിയിച്ച, ഞങ്ങളെല്ലാം വിഷമിപ്പിച്ചൊരു മറുപടിയാണ്. എന്നുവെച്ചാൽ അത്രയും സ്ട്രോങ് ആയിട്ടാണ്. മൂവർണ്ണ പതാക പുതച്ചാണ് പ്രകാശ് യാത്രയായത്. മരിക്കുന്നത് വരെ കോൺഗ്രസ് ആയിരിക്കുമെന്നാണ് പ്രകാശിന്റെ ഭാര്യ പറഞ്ഞത്. സ്മിത പറഞ്ഞത്. അല്ല, അതൊക്കെ എന്തിനാ ആ വീട്ടിൽ പോണത്? ആ വീട്ടിലാണ് പോണത്. ഷൗക്കത്തിന്റെ പ്രദേശമൊക്കെ അപ്പുറത്ത് താമസിക്കേണ്ട, അവിടെ ഒന്നും ഷൗക്കത്ത് പോയിട്ടില്ലല്ലോ. ജോയിയുടെ വീട്ടിൽ പോയിട്ടില്ലല്ലോ. എത്ര പേരുടെ വീട്ടിൽ ഷൗക്കത്ത്, കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റുമാര് അവരെയൊക്കെ അവിടെ ഷൗക്കത്ത് പോകണം. വി പ്രകാശിന്റെ വീട്ടിൽ എന്തിനാ ഷൗക്കത്ത് പോകണം? അത് പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾ അതൊക്കെ വിവാദമാക്കാൻ ശ്രമിക്കുന്നു. അതൊക്കെ ഞങ്ങളുടെ സ്ഥാനാർത്ഥി എവിടെ പോകണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചോളാം. അതൊന്നും നിങ്ങൾ ദേശാഭിമാനി തീരുമാനിക്കണ്ട എവിടെ പോകണമെന്ന്. ഞങ്ങളുടെ സ്ഥാനാർത്ഥി എവിടോ, ഇത്ര മതി. ഒരുപാട് ജനകീയ വിഷയങ്ങൾ ഉണ്ട്. ഇവര് ഈ കൈരളിയുടെ റിപ്പോർട്ടറും ദേശാഭിമാനിയുടെ റിപ്പോർട്ടർമാരും കൂടി ഈ നമ്മൾ പറഞ്ഞ സർക്കാരിനെതിരായിട്ടുള്ള വിഷയം ഇവര് സ്ഥിരം പരിപാടിയാണ്. പ്രത്യേകിച്ച് കുഞ്ഞാലി സാഹിബിനോട് അങ്ങനെ ഒരു വിഷമിപ്പിക്കാറില്ല. ഞാൻ പറയുമ്പോൾ ഇവര് 4-5 പേര് കൂടി വന്നിട്ട് ഇവരിങ്ങനെ രസകരമാക്കി വേറെ വിഷയത്തിലേക്ക് പോകും. ചോദ്യമൊക്കെ ചോദിക്കാം, അതിന് പ്രയാസമൊന്നുമില്ല, മറുപടി അസലായിട്ട് പറയും ചെയ്യാം. പക്ഷേ നിങ്ങൾ ഒരു നോൺ ഇഷ്യൂ എടുത്തിട്ട് അതിൻ്റെ മുകളിൽ കെട്ടി ചുറ്റിയാൽ
അയിമ ചുറ്റി ഞങ്ങളും പണയണം എന്നൊക്കെ നിർബന്ധം പിടിക്കണം. അത്രേ ഉള്ളൂ. അത് അങ്ങനെയാണെങ്കിൽ മറുപടി പറയാതിരിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഞങ്ങൾക്കുണ്ട്. ഞാൻ പറഞ്ഞുതരാം ആവശ്യത്തിന് മറുപടി പറഞ്ഞു കഴിഞ്ഞതാണ്. ഇപ്പോ ഇത് സംബന്ധിച്ച എല്ലാ വിവരവും നിങ്ങൾക്ക് അറിയാം എന്നിട്ട് ഉറക്കം നടിക്കുകയാണ്. അതുകൊണ്ട് ജനങ്ങൾക്ക് ഒരു സംശയവുമില്ല. ഞാൻ പറയാം, ജനങ്ങൾക്ക് ആ വിഷയത്തിലുള്ള എല്ലാ സംശയവും ഞങ്ങൾ തീർത്തു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഒരു നിലക്കും ബേജാറാവണ്ട.